വനിതാ ദിനത്തോടനുബന്ധിച്ച് വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. വനിതാ സംവരണ ബില്ലിന്റെ നാൾവഴികളും ബില്ല് നിയമമാക്കാതെ സർക്കാർ തുടരുന്ന വഞ്ചനയും OBC വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ബില്ലിൽ നിന്നും മാറ്റി നിർത്തിയതിലെ നീതികേടും ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജ്യത്ത് തുടങ്ങിവെച്ചിട്ടുണ്ട്. കല്ലുമാല സമരം, മാറുമറയ്ക്കൽ സമരം, സാവിത്രിബായി ഫൂലെയുടെ നേതൃത്വത്തിൽ നടന്ന ത്യാഗപരിശ്രമങ്ങൾ എല്ലാം തന്നെ ഉദാഹരണങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തരം 1974 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്താണ് വനിതാ സംവരണം എന്ന ആശയം ഉയർന്നത്. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളുടെ കാലങ്ങളിൽ നിരവധി കടമ്പകൾ താണ്ടിയാണ് 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത്. ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ബില്ലിൽ പരാമർശിക്കപ്പെടാത്ത OBC വിഭാഗങ്ങളിലെ സ്ത്രീകളും ബിൽ ഒരു നിയമമായി മാറുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട വ്യവസ്ഥകളും ഉദാഹരണങ്ങളാണ്. സമൂഹത്തിന്റെ അർദ്ധപകുതിയായ സ്ത്രീ വിഭാഗത്തിന് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം, രാഷ്ട്രീയം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തുല്യ അവസരങ്ങൾ ലഭ്യമാക്കേണ്ട ബാധ്യത ഭരണകൂടത്തിന്റേതാണ്. പൗരന്മാർക്ക് തുല്യതയും നീതിയും ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നിരിക്കെ ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ സ്ത്രീകൾ ഏറെ പുറകിലാക്കപ്പെട്ടതിനുള്ള ഒരു പരിഹാര പദ്ധതിയായി വനിതാ സംവരണം എന്ന ആശയം വികസിപ്പിച്ചെടുക്കുന്നതിന് സർക്കാരുകൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. രാജ്യത്ത് ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 13.6%, പുരോഗമന കേരളത്തിൽ പോലും നിയമസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം വെറും 7.94% ആണ് എന്നതാണ് വസ്തുത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചത് പൊതുസമൂഹത്തിൽ തന്നെ പുരോഗമനപരമായ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. എങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന ഭീകരമായ ജെൻഡർ ഗ്യാപ്പും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളുടെയും പോക്സോ കേസുകളുടെയും ഉയർന്ന തോതും വേതന വ്യത്യാസമുൾപ്പെടെ സ്ത്രീകൾക്കെതിരെ തുടർന്നു പോരുന്ന വിവേചനപരമായ എല്ലാവിധ സാമൂഹിക അവസ്ഥകളെയും പരിഹരിക്കാൻ ശക്തമായ നിയമങ്ങളും നിയമ നടപടികളും ആവശ്യമാണ്. അതിന് നിയമനിർമ്മാണ സഭകളിലും മറ്റു ഭരണ സംവിധാനങ്ങളിലും ആവശ്യമായ അനുപാതത്തിൽ സ്ത്രീകൾ എത്തിപ്പെടേണ്ടതുണ്ട്. അതിനായി ആശയപരമായ വിവേചനങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാനും പോരാട്ടങ്ങൾ തീർക്കാനും സ്ത്രീകൾക്ക് കഴിയേണ്ടതുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച സംഗമങ്ങൾ വിമൻ ജസ്റ്റിസ് സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികൾ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. ജില്ലാ ഭാരവാഹികൾ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകി.